ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാ ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രസമല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായ രസമാണ്. നമ്മുടെ മത്തങ്ങ പരിപ്പ് രസം. മത്തങ്ങയും പരിപ്പും ചേർത്ത് നിങ്ങൾ ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. മത്തങ്ങയും പരിപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, രസത്തിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മത്തങ്ങ പരിപ്പ് രസം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് കുറേ ഒന്നും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം മത്തങ്ങ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേഗം കുക്കായി കിട്ടാനാണ് ഈ ഒരു ചെറിയ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയാണ്. കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ വെളുത്തുള്ളിയാണ്. ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് എടുക്കുക. 3/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നമ്മുടെ ക്യുമിൻ സീഡ്സ് നല്ല ജീരകം, പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തുവരപ്പരിപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളൻപുളിയാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളിയും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ആദ്യം വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. വേവിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തങ്ങയും പരിപ്പുമാണ് വേവിച്ചെടുക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ള പരിപ്പിനും വേവ് കുറവാണ്. അപ്പോൾ മത്തങ്ങയും പരിപ്പും ഒരുമിച്ച് ചേർത്ത് തന്നെ വേവിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിന് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പരിപ്പ് ഒരു 3/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് മാത്രം മത്തങ്ങ ചേർത്ത് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം മത്തങ്ങ വേണ്ട കേട്ടോ, നമുക്ക് ചെറിയൊരളവിൽ മാത്രം മത്തങ്ങ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. മത്തങ്ങയ്ക്കും പരിപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഇത് രണ്ടും കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചുകൂടി പോയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞു പോകണ്ട, നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കാണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ചതയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ജീരകവും കുരുമുളകും ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കട്ടോ. ഞാനിപ്പോൾ വാളൻപുളി ചേർക്കുന്നതുകൊണ്ട് തക്കാളി ചേർക്കുന്നില്ല. നമുക്ക് പുളി ഏതെങ്കിലും ചേർത്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ വാളൻപുളി ചേർക്കുന്നതുകൊണ്ട് തക്കാളി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജീരകവും കുരുമുളകും ഒന്ന് പൊടിച്ചെടുക്കാം, തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജീരകവും കുരുമുളകും നമ്മളൊന്ന് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു 2 തണ്ട് മല്ലിയില, അത്രയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. മല്ലിയില കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്നുകൂടി ചതയ്ക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി മസാല ആക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ്, ഉള്ളിയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പരിപ്പും മത്തങ്ങയും കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. കുക്കർ ഞാൻ മാറ്റി വെച്ചു കേട്ടോ, കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവയും കൂടി പൊട്ടി വരട്ടെ. ഉലുവയുടെ കളർ മാറി ഉലുവയും കൂടി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവയും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ല, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ വേഗം കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെയും, അതുപോലെ നമ്മുടെ മല്ലിയിലയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മത്തങ്ങയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രസം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ പരിപ്പിൻ്റെ അളവ് 1/4 കപ്പായിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ അളവ് 1/4 കപ്പായിട്ട് കുറയ്ക്കാം. അല്ലെങ്കിൽ പരിപ്പ് വേവിച്ച വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു രസം ഉണ്ടാക്കാം. പരിപ്പ് വേവിച്ച വെള്ളവും മത്തങ്ങയും ചേർത്തിട്ട് ഈ ഒരു രസം ഉണ്ടാക്കാം. അപ്പോൾ പൊടികൾ കുക്കായി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും മല്ലിയിലയും ജീരകവും കുരുമുളകും ഒക്കെ കുക്കായി വന്നോളൂ കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു രസം ഉണ്ടാക്കാൻ. നമ്മുടെ മത്തങ്ങയും പരിപ്പും കുക്കായി വരുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കുക്കായി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് പുളി ചേർക്കരുത്. ഒരുപാട് പുളി ചേർക്കുന്നതിനേക്കാൾ ഒരു മീഡിയം പുളി ചേർക്കുന്നതാണ് നല്ലത്. ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിൽ രസത്തിനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പുളി ഒന്ന് ബാലൻസ് ചെയ്തൊക്കെ നിർത്തുകയാണ് നമുക്ക് എപ്പോഴും രസത്തിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പുളി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യവും കൂടി ഞാൻ ആ പുളിയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നേരത്തെ ചേർക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ മല്ലിയിലയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ ചേർക്കേണ്ടതായിരുന്നു നമ്മുടെ കറിവേപ്പില. അതും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ട് വേണം നമ്മുടെ മത്തങ്ങയും പരിപ്പും വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാൻ. എന്താണെന്ന് വെച്ചാൽ ആ പുളിയുടെ ഒരു പച്ച ചുവന്ന് മാറി കിട്ടിയിട്ട് വേണം നമുക്ക് മത്തങ്ങയും പരിപ്പുമൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മത്തങ്ങയ്ക്കും പരിപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമുക്ക് ഇങ്ങനെയും രസം ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ഗ്രേവി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതും രസമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മൾ മത്തങ്ങയൊക്കെ ചേർത്തിട്ട് രസം ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ രണ്ടും രസം തന്നെയാണ്. അപ്പോൾ ഇതും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതും രസമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി മല്ലിയിലയും ചേർത്ത് ഒരു ചെറിയൊരളവിൽ ശർക്കരയും ചേർത്തിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ രസത്തിന് നല്ല കൊഴുപ്പ് കിട്ടുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല കൊഴുപ്പുള്ള രസം കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടും പരിപ്പും മത്തങ്ങയും ഉടഞ്ഞു കിട്ടണം. അതാണ് ഞാൻ 2 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നു എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം അതനുസരിച്ച് നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ ഇത് കണ്ടോ. ഇതിൽ പരിപ്പൊന്നും അധികം കാണാൻ കിട്ടില്ല. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സിയിലൊന്നും കറക്കിയെടുത്തില്ല. കുക്കറിൽ ഈ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ മിക്സായി ഉടഞ്ഞു കിട്ടി. അതുപോലെ ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനിയും നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ അളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രസം പെർഫെക്റ്റ് ആവുക. ശർക്കര ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും രസം ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ അളവിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തങ്ങയ്ക്ക് മധുരം ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്ത മത്തങ്ങയ്ക്ക് അധികം മധുരമില്ല കേട്ടോ. ഇതിപ്പോൾ ഇത്ര ശർക്കരയെ ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ എടുത്ത മത്തങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കളറില്ലാത്ത മത്തങ്ങയാണ്. നല്ല കളറുള്ള മത്തങ്ങയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മത്തങ്ങയുടെ കളർ അനുസരിച്ച് ചെറിയ അളവിൽ ശർക്കര ചേർക്കുക. എപ്പോഴും ചെറിയൊരളവിൽ ശർക്കര ചേർത്ത് കൊടുത്താലാണ് രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ സാമ്പാറാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു ചെറിയൊരളവിൽ ശർക്കര ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ചൂട് മാറി വരുമ്പോൾ രസം ഉപയോഗിക്കാം. ചൂടോടുകൂടി രസം ഒരിക്കലും ഉപയോഗിക്കരുത്. ചൂട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് രസം ഉപയോഗിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ പരിപാടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി തിളച്ച് വരും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോ
വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.